ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് എങ്ങനെയാണ് ചിക്കൻ ഡൈനാമൈറ്റ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 300 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി അത് പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിലേക്ക് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇടേണ്ടതാണ്. നമുക്കതിന് വേണ്ടി ആദ്യം തന്നെ ഗാർലിക് ഗ്രന്യൂൾസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതില്ലെങ്കിൽ വെളുത്തുള്ളി അരച്ച് ചേർത്താൽ മതിയാകും. പിന്നെ ഓർഗാനോ ആണ്. ഓർഗാനോ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ മിൻറ്റ് ലീവ്സ് ചേർക്കാവുന്നതാണ്. ലൈറ്റ് സോയ സോസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഡാർക്കിനെക്കാളും ലൈറ്റ് സോയ സോസ് ചേർക്കുന്നതായിരിക്കും ഈ ഒരു ഡിഷിന് എപ്പോഴും നല്ലത്. നമുക്കിനി ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് 1 സ്പൂൺ ലൈറ്റ് സോയ സോസ് ചേർക്കാം. ഇനി അടുത്ത് നമ്മൾ ഗാർലിക് ഗ്രാനുവൽസാണ് ചേർക്കുന്നത്. എല്ലായിടത്തേക്കും എത്തുന്ന രീതിയിൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഓർഗാനോസാണ്. ഓർഗാനോ ഇതുപോലെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നത് ചില്ലിയാണ്, നമ്മുടെ മുളക് പൊടിയാണ്. മുളക് പൊടി ആവശ്യമുള്ളവർ മാത്രം ചേർത്താൽ മതിയാവും. അതുപോലെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം ചേർത്തിട്ട് ഒരു പൊടിക്ക് ഉപ്പ് ചേർത്താൽ മതി. കാരണം ഓൾറെഡി നമ്മൾ സോയ സോസ് ചേർക്കുന്നതാണ്. ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക. കാരണം സോയ സോസ് ചേർക്കുമ്പോൾ ഓൾറെഡി അതിന് ലേശം ഉപ്പുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് സൂക്ഷിച്ച് ചേർക്കാറുണ്ട്. ഇതെല്ലാം മിക്സ് ചെയ്യണം. നമ്മളിപ്പോൾ എല്ലാ ചിക്കൻ പീസിലും എത്തുന്ന രീതിയിലേക്ക് മിക്സ് ചെയ്യുക. ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട നന്നായിട്ട് ഇനി മുട്ട എല്ലാ ചിക്കൻ പീസിലേക്ക് എത്തുന്ന രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പോൾ ചിക്കൻ പീസിൽ എല്ലായിടത്തേക്കും എഗ്ഗിൻ്റെതായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള ഫ്ലോർസ് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം ചേർക്കുന്നത് പ്ലെയിൻ ഫ്ലോറാണ് ഞാൻ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് മൈദയോ അല്ലെങ്കിൽ ഗോതമ്പ് പൊടിയോ ചേർക്കാവുന്നതാണ്. പക്ഷേ ഞാനിവിടെ ചേർത്തേക്കുന്നത് പ്ലെയിൻ ഫ്ലോറാണ്. എന്നിട്ട് നമുക്കിതെല്ലാം ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. ഇത് വളരെ നമ്മൾ ഈ ഫ്ലോർ ചേർത്ത് കഴിയുമ്പോൾ കുറച്ചധികം സ്റ്റിക്കി ആവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിൽ ഞാനൊരു 1 സ്പൂണോളം കോൺ സ്റ്റാർച്ച് കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ഞാൻ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. കോൺ സ്റ്റാർച്ച് ചേർത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് നല്ല ക്രിസ്പി ആവും. ഇനി നമുക്കിത് ഒരു 15 മിനിറ്റ്സിനോളം മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോഴത്തേക്കും നമുക്ക് ഈ ബൗളിൽ നമുക്ക് ഇതിനുള്ള ഗ്രേവി, അതായത് ഗ്രേവി അല്ല സോസ് പ്രിപ്പയർ ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തേക്കുന്നത് 100 ഗ്രാംസ് ഓഫ് മയോയാണ്, റിയൽ മയോ ആണ്. ഞാൻ മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഇടുന്നതാണ്. ഇത് സോസാണ്, ഇത് ഹോം മെയ്ഡ് ടൊമാറ്റോ സോസാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അതൊരു 3 സ്പൂൺ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ചേർത്തേക്കുന്ന ചില്ലി പെരി പെരി സോസാണ്. അത് ഞാൻ മേടിച്ചതാണ്. അതായത് അവൈലബിൾ അല്ലാത്തവർക്ക് നമുക്ക് ഈ ചില്ലി ഫ്ലേക്സ് ചേർക്കാവുന്നതാണ് അതിന് പകരമായിട്ട്. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഫുൾ ഇതുപോലെ മിക്സ് ചെയ്ത് നമുക്ക് കിട്ടും. ഏറ്റവും അവസാനം ഇതിൻ്റെ കോൺസിസ്റ്റൻസി ഇതുപോലെ ആയിരിക്കും. ഇതാണ് അതിൻ്റെ ഗ്രേവി. ഇനി നമുക്ക് നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാൻ പാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് പാൻ ആദ്യം ചൂടാക്കുക. ഇനി അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ നമുക്ക് ഒഴിക്കാം. ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഓരോ ചിക്കൻ പീസും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു പോർഷൻ ആയതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഒറ്റ ഫ്രൈയിൽ തന്നെ ഫുൾ വറുത്തെടുക്കാൻ സാധിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ വളരെയധികം സ്റ്റിക്കിയാണ്, കയ്യിൽ നിന്ന് വിട്ടു പോരുന്നില്ല. എല്ലാവരും സൂക്ഷിക്കുക കയ്യൊന്നും പൊള്ളിക്കാതിരിക്കാൻ സമയത്ത്. അതുപോലെ തന്നെ നമുക്കിത് ഫുൾ ചിക്കൻ ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 o'clock ഡിഷാണ്. സ്പെഷ്യലി
നമുക്ക് പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് തമ്മി സ്റ്റിക്ക് ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഞാൻ എല്ലാ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഭാഗം മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ലേക്ക് നമുക്ക് മറിച്ചിടാം. ഒരു 3 to 5 മിനിറ്റ്സ് മതിയാവും ഒരു സൈഡ് ഫ്രൈ ആവാൻ വേണ്ടിയിട്ട്. അതിൽ കൂടുതൽ നേരം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മൊരിഞ്ഞു പോകും, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഏകദേശം 12 മിനിറ്റ്സോട് മതിയാവും. ഞാൻ ഇതുപോലെ ഒരു ടിഷ്യൂ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം ഓയിൽ ഡ്രെയിൻ ആവാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇച്ചിരി ഓയിലി ആയിരിക്കും. ഇതിൽ വെച്ചിട്ട് നമുക്കൊരു 2 to 3 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇത് ഗ്രേവിയിലേക്ക് ചേർത്ത് തുടങ്ങാം. ഈ റെഡിയാക്കി വെച്ച ഗ്രേവിയിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ പീസായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. ഈ മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കണം. എനിക്കത് പറ്റിയിട്ടുള്ളതാണ്, അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകാതിരിക്കാൻ നോക്കുക. നമുക്ക് എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ് നമുക്ക് ഗാർണിഷ് ചെയ്യാം. അതിൽ ഞാൻ ലെറ്റ്യൂസ് വെച്ചിട്ടുണ്ട്. ഇനി ലെറ്റ്യൂസിൻ്റെ ഇലയിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ചിക്കൻ എല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ചെറുതായിട്ട് സ്പ്രിംഗ് ഓണിയൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാം. അത് ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മതി. അപ്പോൾ ഡിഷ് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.